ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഇനി ഈ വ്യക്തിയുടെ തിരിച്ചുവരവ് ഉണ്ടാകുമോ, ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഈ വ്യക്തി പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ മെയിനായിട്ടും 8 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രണയത്തിലായിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തുള്ള ഒരു എനർജി, അതല്ല എങ്കിൽ നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് ഈ പേഴ്സൻ്റെ ഒരു എനർജി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നോക്കുകയാണെങ്കിൽ വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി, നന്നായിട്ട് പണിയെടുക്കും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഈ പേഴ്സൻ്റെ പ്രൊഫഷൻ എന്ത് തന്നെയായാലും ഈ പേഴ്സൺ അത് 100% ഡെഡിക്കേഷൻ കൊടുക്കുന്ന ഒരാളാണ്. നല്ല രീതിയിൽ അങ്ങനെ ഡെഡിക്കേഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഭയങ്കര ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നല്ല രീതിയിൽ വിദ്യാഭ്യാസമുണ്ട്. അത് ഓൾസോ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെയധികം മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ക്യാഷാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്ന ആളാണ്. ക്യാഷിനാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് വരെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായ ഒരു സമയത്തൊക്കെ ഈ പേഴ്സൺ ഇങ്ങനെ തന്നെയാണ്. പ്രസൻറ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി വളരെ മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പരിധി വരെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമോ അല്ലെങ്കിൽ സോൾമേറ്റോ ആകാനായിട്ടുള്ളൊരു സാധ്യത ഏറെയാണ്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ആകണമെന്നില്ല. കുറേയൊക്കെ നമുക്ക് ഒരു എനർജി കിട്ടുന്നത് ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രസൻറ്റ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ആണെങ്കിലും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിൽ പോലും ഈ പേഴ്സണ് നിങ്ങളെ തന്നെ വേണം. നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം ക്യാഷ് എന്തുമാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. നിങ്ങൾക്ക് വളരെ ഇമോഷണൽ ഫീലിങ്സിലേക്ക് ഈ പേഴ്സണെ കൊണ്ട് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ അതൊരു പരിധിവരെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ കഴിവ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അങ്ങനെ ഈ പേഴ്സണെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും അംഗീകരിച്ച് തരാനായിട്ട് ഈ പേഴ്സണ് കഴിഞ്ഞെന്ന് വരില്ല. ഒന്നും വിട്ടു തരില്ല ഞാൻ എന്ന് പറയുന്ന ഒരു ഞാൻ പറയുന്നതാണ് ശരി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്നിങ്ങനെയൊക്കെ പറയുന്നതാണ്. അതുപോലെ ഞാൻ പറയുന്നത് മൊത്തം നീ കേട്ടോളണം എന്നിങ്ങനെയൊക്കെ പറയുന്ന ഒരു എനർജി ഉള്ള വ്യക്തിയാണിത്. അതായത് ഒരു കിങ്ങിൻ്റെ പോലത്തെ മനോഭാവം, ഒരു എംപറർ എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റി നിങ്ങൾ ഈ പേഴ്സണെ പ്രണയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ അതിന് നിങ്ങളോട് നന്ദി പറയുന്നുമുണ്ട്. ഇവിടെ യൂണിവേഴ്സൽ എനർജി നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാനായിട്ട് അനുവദിക്കുന്നത്. എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നു വീഴും. നിങ്ങളാണെങ്കിലും ഈ പേഴ്സൻ്റെ മുന്നിൽ തന്നെ വന്നു വീഴുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജേർണി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫീലിങ്സ് വളരെ ഇമോഷണൽ ആയിട്ടുള്ളതാണ്. അതായത് ഒരു സ്നേഹത്തിൻ്റെ പാനപാത്രം. അതായത് നിങ്ങളും നല്ലൊരു ഫാമിലിയിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ചാലും ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം സൊസൈറ്റിയിലൊക്കെ നല്ല തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന, മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളത്, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നോ അതെല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് നിങ്ങൾ കാണിച്ചിരിക്കും. എന്ത് വിചാരങ്ങളായിക്കോട്ടെ നിങ്ങളത് ഈ പേഴ്സൻ്റെ മുന്നിൽ മാത്രമല്ല ആരുടെ മുന്നിലായാലും അത് നിങ്ങൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അത് കാരണം ഈ ഒരു സ്വഭാവം കാരണം പലരും നിങ്ങളെ പോയതായിട്ട് കാണുന്നുണ്ട്.
ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരോ റിലേറ്റീവോ നെയ്ബറോ മറ്റാരെങ്കിലുമോ ആയിരിക്കാം. നിങ്ങൾ പച്ചയായിട്ട് ഒരു മറയുമില്ലാതെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റിനും ധാരാളം ശത്രുക്കളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിഷമിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എല്ലാവർക്കും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ ക്യാരക്ടറിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാം. ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ പച്ചയായിട്ട് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. അതായത് നിങ്ങളൊരു തുറന്ന പുസ്തകമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ചതിക്കുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ആളാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു നെഗറ്റീവ് എനർജി അഥവാ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ടോട്ടലി നിങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്തു. അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മനസ്സ് കീറി മുറിച്ചുകൊണ്ട് ഈ തേർഡ് പാർട്ടി ഈ പേഴ്സണെയും കൊണ്ട് പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു ബ്രേക്കപ്പ് ആവുകയും നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലേക്ക് പോവുകയും ഒരുപാട് വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും അത് തുടർന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടാകുകയും ചെയ്തതായിട്ടൊക്കെ ഇവിടെ ഒരു സന്യാസത്തിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഹെർമിറ്റ് എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മൾക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ അതൊരു നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ദാമ്പത്യം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥ, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ. അതിനൊരു കാരണമായി തേർഡ് പാർട്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കുറയുകയും നിങ്ങളും കുറഞ്ഞു ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക്. സോ എപ്പോഴാണോ നിങ്ങൾ ഈ പേഴ്സണെ ചെയ്യൽ നിർത്തിയത്, അതായത് എപ്പോഴാണോ നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്യാനായിട്ടുള്ള എപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും എവിടെയാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും വിളിക്കുകയും, പക്ഷേ അവർ ചിലപ്പോൾ എടുത്തെന്ന് വരില്ല, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നായിരിക്കാം. പക്ഷേ ഇപ്പോൾ എപ്പോഴാണോ നിങ്ങളത് നിർത്തിയത്, നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഈ പേഴ്സണെ മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് ഭയങ്കരമായിട്ടൊക്കെ കരയുന്നതായിട്ടൊക്കെ നമുക്കതിനകത്ത് കാണുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ പോയി ആ പേഴ്സണിന് ഒരു മെസ്സേജ് ചെയ്യരുത്, അല്ലെങ്കിൽ വിളിക്കരുത്, നിങ്ങളുടെ വില നഷ്ടപ്പെടും. സോ ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ പോവുക. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ തൻ്റെ തെറ്റുകളെല്ലാം നിങ്ങളോട് പറഞ്ഞ് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നടന്നെന്ന് വരില്ല, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ ഒരു ഫലം ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. ഇനി ഇത് നടക്കുമോ എന്ന് ഓർത്ത് സംശയിക്കരുത്. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്നും വരത്തില്ല. നിങ്ങളിതിൽ വിശ്വസിക്കണം. നിങ്ങൾ സ്വപ്നം കണ്ടോളൂ. ഈ പേഴ്സണുമായി നന്നായിട്ട് ജീവിക്കുന്നതും നിങ്ങൾ സ്വപ്നം കാണാൻ പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റഡ് ആയി എന്ന് നിങ്ങൾ വിശ്വസിക്കുക. പോസിറ്റീവായിട്ട് കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, share and subscribe. Thank you for watching.